ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണോ? എല്ലാ കിഴങ്ങ് കൂട്ടന്മാരെയും കുക്കറിൽ നന്നായിട്ട് വേവിച്ച് ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? കാച്ചിലുണ്ട്, ഉരുളക്കിഴങ്ങ്, ചേമ്പ്, പച്ച നേന്ത്രക്കായ, ഇതെല്ലാം കഷ്ണങ്ങളാക്കി കുക്കറിലാക്കി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ വേവിച്ച് പെട്ടെന്ന് വേവുമല്ലോ ഈ കിഴങ്ങുകളൊക്കെ. അപ്പോൾ വെന്ത് കഴിഞ്ഞ് ഞാൻ വേറെ പാത്രത്തിൽ മാറ്റി അപ്പോൾ 5-6 കഷ്ണം ഇടിച്ചക്കയും കൂടി വേവിച്ചു. അപ്പോൾ ഇടിച്ചക്ക എന്താ 5-6 കഷ്ണം എന്ന് വെച്ചാൽ ഞാൻ തൂവൽ ഉണ്ടാക്കിയിട്ടോ. തൂവൽ ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോൾ ഞാൻ ഈ കിഴങ്ങിൻ്റെ കൂടെ കുറച്ച് ഇടിച്ചക്കയും കൂടി ചേർക്കാമെന്ന് ഓർത്തു. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് തൂവൽ കഷ്ണങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റി ഒരു 5-6 കഷ്ണം ഇടിച്ചക്കയും കൂടി അടിച്ചു മാറ്റി ഞാൻ കിഴങ്ങിൻ്റെ കൂടെ ചേർത്ത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മിക്സി ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിന് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പിലയും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. അത് ചതച്ചെടുത്ത് അതും കൂടി ചേർത്തു. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ചേർത്തു. അപ്പോൾ ഇതൊരു പുഴുക്കാണല്ലോ, അപ്പോൾ കുറച്ച് ഇങ്ങനെ കുറുകിയിരിക്കണം. അപ്പം അതുകൊണ്ട് വെള്ളം കുറച്ച് ചേർക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ തേങ്ങ ചതച്ചതൊക്കെ ചേർത്ത് എല്ലാം ഒരുമിച്ച് ഞാൻ ഇളക്കി കൊടുത്തു. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുമ്പോൾ തന്നെ എരിവിനുള്ള മുളക് പൊടിയും കൂടി ചേർത്തു. ഇതിന് അധികം എരിവ് പാടില്ല, ഞാൻ കുറച്ച് എരിവേ ചേർക്കാറുള്ളൂ. ഈ പുഴുക്കിന് നമ്മൾ അധികം എരിവ് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അതുകൊണ്ട് കുറച്ച് എരിവ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ. ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കുന്ന ഈ കാച്ചിൽ പുഴുക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ കിഴങ്ങുകളെല്ലാം നമ്മൾ കുക്കറിൽ നേരത്തെ വേവിച്ചാണല്ലോ, അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഉടഞ്ഞ് കിട്ടും. 1-2 ഒന്ന് ഉടഞ്ഞിരിക്കണം, അതാണ് ഈ പുഴുക്കിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാം കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പോയി നിന്ന് പെട്ടെന്ന് അടുക്കി പിടിക്കും. എല്ലാം കിഴങ്ങുകളായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം തികയാതെ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്നുകൂടി തിളയ്ക്കണം, നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് 1-2 തവണ ഒന്ന് തിളയ്ക്കണം നന്നായിട്ട്. തിള വന്നു കഴിഞ്ഞു. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൻപയർ ഞാൻ നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ വൻപയറും കൂടി ചേർക്കണ്ടേ. അപ്പോൾ ആ വൻപയറും ഈ കിഴങ്ങും ഇടിച്ചക്കയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് കഞ്ഞിക്കും ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടിക്കഴിക്കാം. സാധാരണ നമ്മൾ തിരുവാതിരയ്ക്ക് എല്ലാ വീടുകളിലും ഉണ്ടാക്കാവുന്ന കാച്ചിൽ പുഴുക്കാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പ് മതിയോ എന്ന് നോക്കിയതാണ്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഉപ്പ് പിടിക്കാനായിട്ട് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കും പെട്ടെന്ന്. അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ അത് കട്ടിയാവും. ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ടിയായിക്കോളും. പുഴുക്ക് എപ്പോഴും ഇച്ചിരി കുറുകിയ പാകത്തിനായിരിക്കണം. അപ്പോൾ എല്ലാം റെഡിയായി ഞാൻ പാത്രം ഇറക്കി വെച്ച് കടുക് വറുത്തിടണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കുക, കുറച്ച് കടുക് ചേർത്തു. പിന്നെ വറ്റൽ മുളക്, ചുമന്ന മുളക് ഞാൻ 2ആയിട്ട് മുറിച്ച് അതും കൂടി ചേർക്കേണ്ട. ഒരു 3 ചുമന്ന മുളക് 2ആയിട്ട് മുറിച്ച് ചേർക്കേണ്ട. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. അപ്പോൾ കറിവേപ്പില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്ത് കിട്ടാനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നുകൂടി ഇതിൽ ചേർക്കാണ്ട് തേങ്ങ ചിരകിയത്. ഞാൻ എപ്പോഴും ഇതിന് ഏത് പുഴുക്കാണെങ്കിലും ഞാൻ കടുക് വറുക്കുമ്പം കടുകും കറിവേപ്പില ചുമന്ന മുളകും അതിൻ്റെ കൂടെ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം.
നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് മൊരിച്ച് ആ പുഴുക്കിൽ ചേർത്ത് മേളിൽ അങ്ങനെ ഇട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി നമ്മൾ കഴിച്ചാണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ മൊരിഞ്ഞതിൻ്റെ ആ മണവും ആ ഉണക്കമുളകിൻ്റെ മണവും കറിവേപ്പിൻ്റെ എല്ലാം മണം കൂടി ചേർന്ന് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പുഴുക്കിൽ. അപ്പോൾ കാച്ചിൽ പുഴുക്ക് റെഡിയായി. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കേ.